कागज के दो पंख लेके उड़ा चल जाए रे, जहाँ नहीं जाना था ये वही चला आए रे। कागज के दो पंख लेके उड़ा चल जाए रे. ഇന്നത്തെ യാത്രയുടെ പ്ലാനും പെട്ടെന്ന് സംഭവിച്ചത്. പെട്ടെന്നായിരുന്നു. ഇന്നൊരു ദിവസം കൂടെ ഞാൻ സ്റ്റേ നിൽക്കാമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ ഒന്ന് പോയി ഫ്രഷായിട്ട് വരാം, മനസ്സുമൊക്കെ ഒന്ന് ഫ്രഷായിട്ട് വരാം. പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് ആദ്യമൊക്കെ ഫാദിലിക്കയാണ്. അപ്പോൾ അവരേതായാലും പോകുന്നുണ്ട്. അപ്പോൾ അവരെന്നെ വിളിച്ചു. പിന്നെ അവരുടെ കൂടെ പോയേക്കാം. ഞാനൊരു രണ്ട് മൂന്നെണ്ണം കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അടുത്തെടുക്കുന്നത്. നല്ല ദാൽ ഫ്രൈ ഇട്ടു. ഇതിൽ നിന്ന് ഒരു മുറി എടുത്തു, ദാൽ ഫ്രൈ മുക്കി എല്ലാം കൂടെ കൂട്ടി അതൊക്കെ നമ്മൾ ഇങ്ങനെ സോഫ്റ്റായിട്ട് അടഞ്ഞു. പിന്നെ സവാള ഉണ്ട്, അതും കൂടെ ഒരു പീസ് എടുക്കുക, കഴിക്കുക. ചപ്പാത്തി ദാൽ ഫ്രൈ വിത്ത് ബട്ടർ. ഇതാണ് ശ്രീനഗറിലെ ഈ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പാർക്കിൽ പോകണം കേട്ടോ. ഇപ്പോൾ ഈ ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ഓറഞ്ച് തരത്തിലുള്ള മരവും പിന്നെ ഒരു നടപ്പാതയാണ്. അതിനെക്കുറിച്ച് തന്നെ നമുക്ക് വന്നിട്ടൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താവേ. ഞാൻ 1-2 ഫ്രെയിമൊക്കെ അതിൻ്റെ അകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ബഡ്മാലു എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഒരു ബസ്സേ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനാണ് ലോക്കൽ ട്രാൻസ്പോർട്ടേഷനാണ്. നമുക്ക് കുറവ് പൈസ വരുന്നത് കേട്ടോ. അപ്പം ഇവിടുത്തെ ബസ്സിലാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലാൽചൗക്കിലെത്തി. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ കാശ്മീരിലെ ആ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടേഷനെ പോകുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ്, ഒരു 2 ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് അത്രയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അതിനാൽ തന്നെ നമ്മുടെ സാധാരണയുള്ള വീഡിയോസിലുള്ള അത്രയും കാഴ്ചകൾ ഇതിലുണ്ടായിരിക്കില്ല. അതിനാൽ ആ ഒരു രീതിയിൽ കാണാൻ ശ്രമിക്കൂ കേട്ടോ. നമ്മൾ തന്മാർഗം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം ബഡ്മാലു ആണ്. നമ്മൾ ശ്രീനഗറിലെ നഗരജീവിതം എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് നമുക്ക് ചെയ്യാം. അതിലത് ഈ സ്ഥലത്ത് ഞാൻ ഒന്ന് വന്നത് ഉൾപ്പെടുത്താവേ. നമ്മൾ ഇവിടെ നിന്ന് തങ്പുര എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത ലോക്കൽ ബസ് കയറിയിട്ടുണ്ട്. മറ്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 രൂപ 10 രൂപ റേഞ്ചിലാണ് നമ്മുടെ ശ്രീനഗറിൽ നിന്ന് ബഡ്മാലു വരെ വന്നത്. നമ്മുടെ വണ്ടിയുടെ പുറകിലും ആള് കയറിയിട്ടുണ്ട് കേട്ടോ. മാതിരി തിരക്കാണ്. തങ്പുരയാണോ എന്ന് ചോദിച്ചേ. ടൻപുരയിൽ നിന്ന് നമ്മളൊരു കാറയിൽ ടാൻമർഗിലോട്ട് പോവാണ്.
ടാൻമാർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നമ്മളിങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എൻ്റെ പൊന്നോ, ഇത് നേരിട്ട് കാണുമ്പോൾ വേറൊരു ഫീലാണ് കേട്ടോ. വീഡിയോകൾ കാണാൻ ഈ മഞ്ഞിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ട്രങ് എന്ന് പറഞ്ഞ വില്ലേജിലോട്ട് പോകണേ. ഇപ്പോൾ പുറമെ കാണുമ്പോൾ ഇതെല്ലാം അടിപൊളിയാണ്. ആ വില്ലേജിൻ്റെ അകത്തൊക്കെ അവിടെയൊക്കെ ഹോം സ്റ്റേ കിട്ടുവാണ് അടിപൊളിയായിരുന്നു. പക്ഷേ ഹോം സ്റ്റേ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് നോക്കാം. അകത്തോട്ട് പോയിട്ട് നമുക്ക് തിരിച്ച് വേണമെങ്കിൽ ടൗണിൽ വന്നിട്ട് നമുക്ക് സ്റ്റേ നോക്കാം. നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ റൂമൊന്നും കിട്ടിയില്ല. പക്ഷെ തിരിച്ച് നമ്മൾ ടൗണിൽ വന്നിട്ട് മഹാജൻ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ ആദ്യം പോയി റൂം നോക്കി. അപ്പോൾ നമ്മൾ ഷെയർ ഇട്ട് നമുക്ക് ചെറിയ ബെഡ് മതി എന്ന് പറഞ്ഞു. ഒരു റൂമിൻ്റെ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ നമുക്ക് ഈ ഒരു റൂം കിട്ടി. ഇവിടെ ഒരു ബെഡിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 800 പറഞ്ഞത്. നമ്മളതൊരു 700 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ ഇവിടെ കിടന്നുറങ്ങി. ഇനി നേരെ നമുക്കിവിടെ ആഹാരമൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയിട്ട് വരാം. അപ്പോൾ നാളെ രാവിലെ കാണാവേ. ബൈ. ചേട്ടന്മാർ ബ്രെഡ് ഓംപ്ലേറ്റ് പറഞ്ഞപ്പം ഞാൻ നല്ല ചോറും പരിപ്പും പിന്നെ കാശ്മീരി സ്പെഷ്യൽ മസാല. അതിന് നല്ല പരിപ്പ്. ഈ ചോറിൻ്റെ മണം അടിക്കുമ്പം പണ്ട് ഉച്ചക്കഞ്ഞിക്കൊക്കെ നമ്മൾ പോയി നിൽക്കുമല്ലേ, അപ്പം അടിക്കുന്ന ആ ഒരു മണമാണ്. സെയിം റൈസ് പോലെയാണ് ശരിയാണ്. ഇത് സ്പെഷ്യൽ മസാല എന്നൊന്നും പറയാൻ പറ്റില്ല. കുക്കുംബറും ഈ നമ്മുടെ ഉള്ളി കുക്കുംബറും സവാളയൊക്കെ അരിഞ്ഞിട്ടുള്ള ഒരു മസാല അത് ഇട്ടു. ഊണൊന്നും വേണ്ട, കൈ കൊണ്ടെടുത്തു. ഗ്ലോവ്സ് തൊട്ടെടുത്തു. ആദ്യം നമ്മൾ പരിപ്പിട്ട് നമ്മൾ ഒന്ന് പിടിക്കാൻ പോകണം. ചൂട് ഉള്ള ഒരു ഗുഡ് ഫീൽ കിട്ടുന്നുണ്ട്. ഇനി കാശ്മീരി സ്പെഷ്യൽ സാലഡ്. സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല. കുക്കുംബറും സവാളയൊക്കെ ഇട്ട സാലഡ് കൊള്ളാം. ഇനി രണ്ടും കൂടെ കൂട്ടി ഇത്ര ഒന്നും വന്നിട്ട് ഏറ്റവും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു ഫുഡുണ്ടല്ലോ, അത് ഇതാട്ടോ. നമ്മുടെ ഈ പയ്യാണ് നമുക്ക് നല്ല ചായയും അതുപോലെ ചോറും അതുപോലെ ഡാലും എല്ലാം നല്ലതായിരുന്നു. അത് 80 രൂപയ്ക്ക് ഭയങ്കര ലാഭമായിപ്പോയി. താങ്ക് യു പയ്യ, താങ്ക് യു. ട്രങ്ക് വില്ലേജിലോട്ട് പോകാനുള്ള വണ്ടിയാണ് കേട്ടോ ഇത്. ടെൻമാർഗ് എന്ന് പറഞ്ഞിടത്തുനിന്ന് ഇന്നുപോലെ ഗുൽമാർഗിലോട്ട് ഒരു ടാക്സി എടുത്തു. 50 രൂപയാണ്. അപ്പം നമ്മൾ 6 പേരുണ്ട്. 6 പേരും കൂടെ 300 രൂപ. ഓക്കെ. അപ്പം പോകുന്ന വഴി എല്ലാം കാണാൻ അടിപൊളിയാണ്. പോകുന്ന വഴിക്കൊക്കെ നമ്മളൊക്കെ പണ്ട് സിനിമയെ കണ്ട പോലത്തെ റൂട്ടാണ് കേട്ടോ. ഫുള്ള് നല്ല റോഡും ആ കാണുന്ന കാഴ്ചകളും അടിപൊളി. ആ മരങ്ങൾ നിൽക്കുന്നത് എല്ലാം അടിപൊളി.
ഗുൽമാർഗ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാം, എന്ത് വ്യത്യസ്തമായ രീതി നിങ്ങളെ കാണിക്കാം എന്നൊന്നും ഞാനൊന്ന് ആലോചിച്ചോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് കിടക്കാം. അയ്യോ, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ വേറെ ഏതോ ഒരു സ്ഥലത്തുള്ള പോലെയുള്ള വ്യൂ. ആ കാണുന്ന ആകാശമല്ല കേട്ടോ, മഞ്ഞ് മലയാണേ. അടുത്ത വീഡിയോ, അതെ, ഗുൽമാർഗ് വീഡിയോ. ഞാൻ ജീവിതത്തിൽ ഇതുവരെ എടുത്ത ഷൂട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷൂട്ടുകൾ അടങ്ങിയ വീഡിയോ. എനിക്കറിയാം ഇന്നത്തെ വീഡിയോ ചെറുതായിപ്പോയെന്ന്, കാരണം ആ 2 ദിവസം എൻ്റെ ജീവിതത്തിൽ അത്ര കാര്യങ്ങൾ നടന്നുള്ളൂ. പക്ഷേ അടുത്ത വീഡിയോ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമെന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ ഇവിടെ തീരുന്നു. പക്ഷേ നമ്മുടെ യാത്രയോ കാഴ്ചകളോ ഒന്നും ഇവിടെ തീരുന്നില്ല. അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ. ആ മഞ്ഞത്തൂടെ പോണേ, അടിപൊളിയാണ് ഈ പുഴ.